നടി ആക്രമിച്ച കേസിലെ വിധി പരാമർശം ഊമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎസ്പി ബൈജു പൗലോസ് രംഗത്ത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബൈജു പൗലോസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. നടി ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ്. വിധി പറയുന്നതിന് ഒരാഴ്ച മുൻപാണ് വിധിയുടെ പ്രധാന വിവരങ്ങൾ ഊമക്കത്തായി ചിലർക്ക് ലഭിച്ചത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരുന്നതിന് മുൻപ് തന്നെ ആ വിധിന്യായത്തിലെ പരാമർശങ്ങൾ ഊമക്കത്തായി പ്രചരിച്ചതിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് പരാതി. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിധിന്യായത്തിലെ പരാമർശങ്ങൾ എങ്ങനെ ചോർന്നു, അങ്ങനെ ചോർന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെങ്കിൽ അത് കണ്ടെത്തണം എന്നുള്ളതാണ് ഈ കത്തിലെ ആവശ്യം. ഈ മാസം 8-ാം തീയതിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് നടി ആക്രമിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന കാര്യത്തിൽ വിധിയുണ്ടായത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും 8-ാം പ്രതി ദിലീപ് അടക്കമുള്ള 4 പേരെ കുറ്റമുക്തരാക്കുകയും ചെയ്തു. ഇതേ പരാമർശം അതിനൊരാഴ്ച മുൻപ് ചിലർക്ക് ലഭിച്ച ഊമക്കത്തിലുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അപ്പോൾ ആ കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് ചില വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആ കത്ത് അയക്കപ്പെട്ട പോസ്റ്റ് ഓഫീസ്, അവിടേക്ക് കത്തയക്കാൻ മുഖം മറച്ച ഒരാളാണ് വന്നതെന്നും 33 കത്തുകളാണ് പോസ്റ്റ് ചെയ്തെന്നും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ വിവരങ്ങൾ കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടി ആക്രമിച്ച കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഇപ്പോൾ ഡിവൈഎസ്പി ആയ ബൈജു പൗലോസ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ ഊമക്കത്ത് പ്രചരിച്ചതിന് പിന്നിൽ 2 കാര്യങ്ങളുണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഒന്നുകിൽ ഈ വിവരങ്ങൾ ചോർത്തിയെടുത്ത് പുറത്തുവിട്ടു, അതല്ലെങ്കിൽ ഈ വിധിന്യായത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഊഹം വെച്ചുള്ള ഒരു നീക്കം. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാദം.